വാഴ എന്ന് വെച്ചാൽ ആരോ പെന്നും പേപ്പറും എടുത്ത് എഴുതിയ കുറച്ച് കഥാപാത്രങ്ങളുടെ കഥയല്ല, നമ്മൾ ചുറ്റും കാണുന്നവരുടെ ജീവിതമാണ്. വാഴ 2 കണ്ടപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആരെയാണോ കാണുന്നത് അവൻ്റെ ജീവിതമാണ് ഞാൻ സ്ക്രീനിൽ കണ്ടത്. ആശ്രാൻ ടീം അവരഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു. ഇതിൽ ആരാണ് നല്ലതായിട്ട് അഭിനയിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ജീവിക്കുകയായിരുന്നു, അഭിനയിക്കായിരുന്നില്ല. എന്നുവെച്ചാൽ അവർ ജീവിതത്തിൽ അവരെന്നെ അനുഭവിച്ച പല സംഭവങ്ങളാണ് ക്യാമറേൻ്റെ മുന്നിൽ വെച്ച് അവരോട് ചെയ്യാൻ പറഞ്ഞത്. അതപ്പോൾ അവർക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല. അവർ മാത്രമല്ല, നമ്മളടക്കം പലരും അനുഭവിച്ച കാര്യമാണ് ഈ സിനിമയിലൂടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സിനിമേൻ്റെ മുക്കാ ഭാഗവും നമ്മൾ ചിരിച്ച് പണ്ടരടങ്ങിയിരിക്കുകയാണെങ്കിൽ അവസാനത്തെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ അത്രയും കരയിപ്പിച്ചു പോകും. ഞാൻ അങ്ങനെ കരഞ്ഞു പോയിട്ടുണ്ട്. അത് ഇതിൽ വിനായകും ബിജുക്കുട്ടനും തമ്മിലുള്ളൊരു സീനുണ്ട്, അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ ഒരു സീനുണ്ട്. അത് അത് അച്ഛനെ ഇഷ്ടപ്പെടുന്ന പലർക്കും, എന്നെ പോലുള്ള പലരും ഭയങ്കര കരഞ്ഞു പോകും, എല്ലാവരും കരഞ്ഞു പോകും. അങ്ങനത്തെ സീനായിരുന്നു. അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന മാതിരി ഒരു അടിപൊളി പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു ഇമ്പാക്റ്റായിരുന്നു ആ സീന്. ഇമോഷണൽ ഇമ്പാക്റ്റായിരുന്നു ആ സീൻ എനിക്ക് തന്നത്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും, ഞാനൊരു പൊട്ടിച്ചിരിച്ച ഒരു സിനിമ കണ്ട ലാഘവമല്ല, അല്ല എക്സ്പ്രഷൻ അല്ല എൻ്റെ മുഖത്തുള്ളത്. അത് ഈ ഒരു സീനായിരുന്നു. എനിക്ക് അത്രയും കണക്റ്റായി. അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ സീനിനെ ഗംഭീരമായിട്ട് തന്നെ നമ്മളെ മനസ്സിൽ ഇമ്പോസ് ചെയ്യുന്ന രീതിയിലാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. കരയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവരെ കരയിപ്പിച്ചിട്ടുള്ള ഒരു എൻഡിങ്ങിലൂടെ ആളുകളെ വിട്ടയക്കാൻ ഈ ടീമിന് ഒരു ആഗ്രഹമില്ലാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരു 4 അവതാരങ്ങളെ ഇറക്കി അങ്ങ് വിടും. അത് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. എൻഡിങ് അത്ര അടിപൊളിയായിരുന്നു. അവിടെ ബനാനേൻ്റെ റീഇമാജിൻ വേർഷൻ ഒക്കെ വെച്ചിട്ടൊരു സംഭവമുണ്ട്, ഒരു കരോള് മാതിരിയുള്ള ഒരു വേർഷനാണ്. അത് ഗംഭീരമായിരുന്നത്. പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മളെ കൂടെ തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും കൈയടിക്കും. നമ്മൾ കരഞ്ഞ് ഇങ്ങനെ സൈലൻസ് ആയിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും സൈലൻസ് ആയിരിക്കും. അത്രയും എല്ലാവരും ഒരേ മനസ്സോടെ ഇരുന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കും അത് തന്നെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുക. എന്തായാലും കിട്ടുകയും ചെയ്യും. അത്രയ്ക്കും റിലേറ്റബിലിറ്റി ഈ സിനിമയിലുണ്ട്. ഫസ്റ്റ് അടിപൊട്ടും പൊട്ടൂല ഉള്ള സീനിൽ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഗംഭീരമായിരുന്നു. അതേപോലെ അടബൊമ്മാലെ പാട്ട്, ബനാന റീഇമാജിൻഡ് വേർഷൻ, വാനില ചെടി, അങ്ങനെ ഗംഭീരമായിട്ടുള്ള പല കമ്പോസേഴ്സ് ചെയ്ത അവരുടെ കമ്പോസിഷൻ ഈ സിനിമയിൽ ഗംഭീരമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിരുന്നു. ഈ സിനിമ നമുക്ക് ഓർത്ത് ചിരിക്കാൻ പല സംഭവങ്ങളുണ്ട്. UK പോകുന്ന സീൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഷിറിൻ്റെ +2 റിസൾട്ട്, പിന്നെ പ്രൊപ്പോസൽ ഉണ്ട്. ഒരു പ്രൊപ്പോസൽ സീനുണ്ട്. നമ്മൾ അവിടെ പ്രൊപ്പോസൽ സീൻ നമ്മൾ അവിടെ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെയാണെങ്കിലും ഇവർ ഈ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എത്ര തലകുത്തിയിരുന്ന് ആലോചിച്ചാലും സിനിമ കാണാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ സീനിൻ്റെ സംഭവം മനസ്സിലാവില്ല. ഗംഭീരമായിട്ടുള്ളൊരു സീനായിരുന്നു. അവിടെ ആഷിറിൻ്റെ എക്സ്പ്രഷനൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ കുറേ സീൻസ് ഉണ്ട്, ഞാൻ അധികം പറയുന്നില്ല. അത് ഗംഭീരമായിട്ടുള്ള കുറേ ഓർത്ത് ചിരിച്ചു നമ്മൾ. അങ്ങനത്തെ കുറേ സീനുകളുണ്ട് ഈ സിനിമയിൽ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ വർത്തമാനം പറയണമെന്ന് എനിക്ക് അജു വർഗീസിൻ്റെ കഥാപാത്രം കണ്ടപ്പോൾ തോന്നി. ചെറിയ വേഷമേ ഉള്ളൂ, ഭയങ്കര മാസ് ഡയലോഗൊന്നുമല്ല, പക്ഷെ പറഞ്ഞ ഡയലോഗിന് ഞാനടക്കം എല്ലാവരും കൈയടിച്ചിട്ടുണ്ട്. അമ്മാതിരി ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ഈ സിനിമയിൽ അജു വർഗീസിന് തരാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എങ്ങനെയാ വെച്ചാൽ, നമ്മളെ ചുറ്റാട് ഇങ്ങനെ ഒരാളുണ്ട്. ഇയാൾ കുട്ടികളെ നിയന്ത്രിക്കും, നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, നല്ല രീതിയിൽ നയിക്കും. പക്ഷേ കുട്ടികളുടെ എല്ലാ മോശം സ്വഭാവത്തിനും ഡിപ്രഷനൊക്കെ കാരണം ഇങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരിക്കും. ഒരു അധ്യാപകൻ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്, അത് ഈ സിനിമയിൽ നല്ല രീതിക്ക് കാണിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നു, അത് ഉപയോഗിക്കാത്തവരെങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ വൃത്തിക്ക് ഈ സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതും ഭയങ്കര സീരിയസ് ആയിട്ടൊന്നുമല്ല, കോമഡി രീതിയിൽ, പക്ഷേ ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള രീതിയിലാണ് അത് കാണിച്ചിട്ടുള്ളത്. അത് നല്ല സീനായിരുന്നു. അത് അൽഫോൺസ് പുത്രൻ്റെ ക്യാമിയോ ഗംഭീരമായിരുന്നു. ഒരു 10 മിനിറ്റ് പുള്ളി അങ്ങോട്ട് പൊളിച്ചടക്കി നല്ലൊരു മെസ്സേജും തന്ന് അങ്ങ് പോയി എന്ന് തന്നെ പറയാം. ഗംഭീരമായിരുന്നു. അമീനെല്ലാം ടീം വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ലൂസിഫറിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഷോ ഉണ്ട് ഈ സിനിമയിൽ. ആ സീനൊരു 10 മിനിറ്റ് ചിരിച്ച് തിയേറ്റർ പൂരപ്പറമ്പായിട്ടുണ്ടായിരുന്നു. ആ സീനൊക്കെ ഗംഭീരമായിരുന്നു. അത് ഗംഭീരം.
ഈ സിനിമയിലെ എല്ലാ ആളുടെ പെർഫോമൻസും, അതായത് ഇപ്പോൾ ആശ്രാൻ്റെയും അമീനല്ല അല്ലാതെ സുധീഷ് ഒരച്ഛൻ കഥാപാത്രം നല്ല ഈ സിനിമയിലെ വാഴ സിനിമകളുടെ ഏറ്റവും വലിയ നട്ടൽ അതിൻ്റെ അച്ഛന്മാരാണ്. കഴിഞ്ഞ ഘട്ടത്തെ അച്ഛന്മാരുടെ ആരും റോളിൻ്റെ ഇമ്പാക്റ്റ് നമുക്കറിയാലോ. ഇതിലും ഗംഭീരമായിരുന്നു. ഇതിൽ ബിജുക്കുട്ടനാണ് കുറച്ചുകൂടി സ്കോർ ചെയ്തത്. അദ്ദേഹത്തിന് നെഞ്ചൊന്ന് പഠിച്ചോ ആ ഒരു സീൻ കാണുമ്പോൾ. അങ്ങനെ അത് കണ്ടാൽ മാത്രമേ എനിക്ക് മനസ്സിലാവും. അത് വല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം കോമഡി കാഴ്ചവെച്ചതും ഇമോഷണൽ സീൻസും ഒക്കെ ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ അലൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച ആക്ട്രസ്, ഹാഷിറിൻ്റെ കാമുകി, അങ്ങനെ എല്ലാവരും നല്ല ആക്ടിങ് തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഹാഷിറാൻ ടീം ഇവരെന്തായാലും വേറെ ലെവലാവും, വേറെ ഉയരത്തിലെത്തിയിരിക്കും, അത് ഉറപ്പാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ടിക്കറ്റ് എടുത്തോ. നിങ്ങളുടെ കുടുംബത്തെ കൂട്ടി, നിങ്ങളെ കുട്ടികളെ കൂട്ടി, ഫ്രണ്ട്സായിട്ടൊക്കെ ഈ സിനിമയ്ക്ക് പോവുക. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. നിങ്ങളെ ചിരിപ്പിക്കുക, ചിന്തിപ്പിക്കുക, ഒരു സോഷ്യൽ മെസ്സേജ്, നിങ്ങളുടെ മനസ്സിലെ പല തെറ്റിദ്ധാരണകൾ, തെറ്റായിട്ടുള്ള നിങ്ങളുടെ കുറച്ച് ഹാബിറ്റ്സ്, അത് എന്തുകൊണ്ട് തെറ്റാവുന്നു, ഇതൊക്കെ ഈ സിനിമ നല്ല രീതിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള നേരം കാണാം. മനസ്സെന്നാവട്ടെ, സുഖമല്ലേ.